നമ്മൾ പലപ്പോഴും കണ്ടീഷണൽ ലവ് അല്ലെങ്കിൽ അൺകണ്ടീഷണൽ ലവ് എന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ അതെന്താണെന്ന് കുറച്ചുകൂടെ ക്ലിയർ ആയിട്ടൊന്ന് മനസ്സിലാക്കിയാലോ? ഹായ് ദേ, ദിസ് ഈസ് ഡോക്ടർ ആര്യ ദേവി. കണ്ടീഷണൽ ലവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു വേർഡിൽ തന്നെയുണ്ട് നമ്മൾ കണ്ടീഷൻ വെച്ചിട്ടാണ് നമ്മുടെ കുഞ്ഞുങ്ങളെ ഇഷ്ടപ്പെടുന്നത്. അതായത് അവർ നല്ല കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾ അവരെ ഇഷ്ടപ്പെടും, അവരൊരു ബാഡ് ബിഹേവിയർ കാണിക്കുകയാണെങ്കിൽ ആ ഒരു ഇഷ്ടം കുറയുന്ന രീതിയിൽ നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്ന ഒരു അവസ്ഥ. കണ്ടീഷണൽ ലെവലിൽ നമ്മൾ ഇഷ്ടപ്പെടുന്നത് അവരുടെ ബിഹേവിയറിനെ മാത്രമാണ്, അവരെ അല്ല എന്ന് സാരം. എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച അത്രയും മാർക്ക് അവർ വാങ്ങിച്ചില്ലെങ്കിൽ നമ്മൾ വളരെയധികം ഡിസപ്പോയിൻമെൻറ്റ് കാണിക്കുക, അല്ലെങ്കിൽ ഒരു അകൽച്ചയൊക്കെ കാണിക്കുക, ഇതൊക്കെ കണ്ടീഷണൽ ലവിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളോട് കണ്ടീഷണൽ ലവാണ് കാണിക്കുന്നതെങ്കിൽ അവർക്ക് പേടി വളരെയധികം കൂടാനും അതുപോലെ തന്നെ ആങ്സൈറ്റി ഉണ്ടാവാനും പതുക്കെ അവരുടെ സെൽഫ് വർത്ത് ഫീലിംഗ് കുറയാനായിട്ടും പിന്നെ അവർ പീപ്പിൾ പ്ലീസറായിട്ട് മാറാനും ഒക്കെ അത് കാരണമായിട്ട് മാറുന്നുണ്ട്. അപ്പോൾ ഈ അൺകണ്ടീഷണൽ ലവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണല്ലേ? അതായത് അവിടെ ഒരു കണ്ടീഷനിങ് വരുന്നില്ല എന്നുള്ളത് തന്നെയാണ് പ്രധാനം. നമ്മൾ ഇഷ്ടപ്പെടുന്നത് നമ്മുടെ കുഞ്ഞുങ്ങളെയാണ്, അവരുടെ ബിഹേവിയറിനെ അല്ല. ചില സമയത്ത് അവരെന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്സ് ചെയ്താൽ കൂടെ നമ്മളെല്ലാം അങ്ങ് അംഗീകരിച്ചു കൊടുക്കുക എന്നുള്ളതല്ല അതിൻ്റെ അർത്ഥം. നമ്മൾ അത് പറയുകയും അവർക്ക് തിരുത്താനായിട്ട് അവസരം കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ അവിടെ ഒരു സ്നേഹത്തിൻ്റെ ഏറ്റക്കുറച്ചിലുകളൊന്നും ഉണ്ടാവുന്നില്ല എന്നുള്ളത് സാരം. അപ്പോൾ ഇങ്ങനെ നമ്മൾ ചെയ്താലുള്ള പ്രയോജനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളിങ്ങനെ പേടിച്ച് ജീവിക്കേണ്ട ആവശ്യമൊന്നും വരുന്നില്ല. അവർ കൂടുതൽ കോൺഫിഡൻ്റ് ആയിട്ട് മാറാനും അവർക്ക് കൂടുതൽ ഇമോഷണലി സെക്യൂർ ആയിട്ടും സേഫ് ആയിട്ടും ഫീൽ ചെയ്യാനും അവരൊരു ബെറ്റർ പേഴ്സൺ ആയിട്ട് മാറാനും ഒക്കെ ഇത് സഹായിക്കുന്നു. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഡിസിപ്ലിൻ ഉണ്ടാവണം, പക്ഷേ അവിടെ നമ്മളും കുഞ്ഞുങ്ങളും ആയിട്ടുള്ള റിലേഷൻഷിപ്പിനെ അതൊരു കാരണവശാലും എഫക്റ്റ് ചെയ്യാനായിട്ട് പാടില്ല. അതായത് അവരെ നാണം കെടുത്തിയിട്ടോ അല്ലെങ്കിൽ അവരെ പേടിപ്പിച്ചിട്ടോ ഒന്നുമല്ല നമ്മൾ അവരെ വളർത്തിക്കൊണ്ട് വരേണ്ടത്.